ഒരു UDF പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രാവശ്യം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വോട്ട് പിടിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത PM അബ്ദുൾ റസാഖാണ് അപ്പുറത്തെ സീറ്റിലുള്ളത്. നിങ്ങൾ കാണണ്ടാവും. ഒരു ഹായ് പറയും. ഓക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ UDF സർക്കാർ, സതീശന് വേണ്ടി തെരുവിൽ ഞങ്ങൾ പോരാട്ടം സംഘടിപ്പിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി ആകണം എന്നുള്ളത്, അദ്ദേഹം ഒരു ആദർശവാനാണ്. അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അതേപോലെ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേരളത്തെ നയിക്കുമെന്ന ബോധ്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്നവരും PM ശ്രീ പദ്ധതി അറബിക്കടലിൽ വലിച്ചെറിയും, ആ പാഠപുസ്തകങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ള നെഹ്റുവിനെയും ഗാന്ധിയെയും തിരിച്ചു പിടിക്കും, പാഠപുസ്തകങ്ങളിലേക്ക് തിരിച്ചു കയറും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആവേശഭരിതരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കോൺഗ്രസിന് അധികാരത്തിലേറ്റി. അത് VD സതീശൻ തന്നെ നടപ്പിലാക്കാൻ വരുമ്പോൾ ഒരു നിലയ്ക്കും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു കോൺഗ്രസ് പ്രവർത്തകർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങയുടെ അഭിപ്രായം എന്താ? PM ശ്രീ പദ്ധതി തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ട ഒരു പദ്ധതി തന്നെയാണ്. കേരളത്തിലെ ജനത മനസ്സിലാക്കേണ്ടത് നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ രാഷ്ട്രം എന്നത് മുന്നോട്ട് വയ്ക്കാൻ കഴിയണം. നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയം, ഭരണപക്ഷത്തിലേറുമ്പോൾ ഒരു രാഷ്ട്രീയം, ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയം, നമ്മൾ ഈ രാഷ്ട്രീയ ചാഞ്ചാട്ടം, നയമില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ട ഒന്നാണ്. നിങ്ങളോടൊക്കെ വിനയമായി ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരു പുതിയ സർക്കാർ വരുമ്പോൾ സമയം കൊടുക്കുക. ഒരു മാസം പോലും പൂർത്തിയാകാത്ത ഒരു സർക്കാരിന്റെ മെക്കെട്ട് കയറാൻ വേണ്ടി മാത്രം വായ തുറക്കാനിരുന്നാൽ പിന്നെ ഒന്നും പറയാനില്ല. ഇത് മനസ്സിലാക്കേണ്ടത്, ഒരു മാസമായാലും ഇത് ഗർഭം ധരിച്ചുപോയി ഈ UDF സർക്കാർ. ഇനി നമുക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. 5 വർഷത്തിനുള്ളിൽ ഇത് പെറുമോ എന്ന് മാത്രമേ നോക്കിയിരിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ഈ ഗർഭം ധരിച്ചുപോയ UDFനെ പേറേണ്ട ഗതികേടിൽ കേരളം എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.